മെക് PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെയ്ത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ലെയ്ത്ത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആൻഡ് ആക്സസറീസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസുകൾ ആദ്യം നമുക്ക് നോക്കാം. ദ ഡിവൈസസ് എംപ്ലോയ്ഡ് ഫോർ ഹോൾഡിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദ വർക്ക് ആൻഡ് ടൂൾ ഓൺ ദ ലെയ്ത്ത്, അതിനെയാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആൻഡ് ആക്സസറീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചക്ക് പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 3 ജോ യൂണിവേഴ്സൽ ചക്ക് ഉണ്ട്, 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചക്ക്. ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ 4 ജോ യൂണിവേഴ്സൽ ചക്കും അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ബുക്കിലെല്ലാം 3 ജോയാണ് യൂണിവേഴ്സൽ ചക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പിന്നെ കോമ്പിനേഷൻ ചക്ക്, മാഗ്നറ്റിക് ചക്ക്, എയർ ഓർ ഹൈഡ്രോളിക് ചക്ക്, കോളറ്റ് ചക്ക്. ഇതിൽ ചക്കുകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള ലെയ്ത്തിൽ കൂടുതലായിട്ടും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഹോൾഡ് ചെയ്യാനും അഴിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് ചക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ പല ഡയമീറ്ററിലുള്ള വർക്കുകളൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു ചക്കിൻ്റെ ജോയ്ക്ക് ഇടയിലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ചക്കിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചക്കിനെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: 3 ജോ ചക്ക്, 4 ജോ ചക്ക്. അപ്പോൾ 3 ജോ ചക്ക് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ 3 ജോയാണ് വരുന്നത്. ഇത്തരത്തിൽ 3 ജോ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിലിണ്ടറിക്കൽ വർക്ക് പീസ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ് വർക്ക് പീസ് അല്ലെങ്കിൽ ഹെക്സഗൺ വർക്ക് പീസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഷേപ്പിലുള്ള വർക്ക് പീസുകളൊന്നും നമുക്കിതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു 3 ജോ ചക്കിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ ഇത് സെൽഫ് സെൻറ്ററിങ് ചക്കായിട്ടായിരിക്കും കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിതിൽ കൂടുതലും ഹോൾഡ് ചെയ്യുന്നത് റൗണ്ട് വർക്ക് പീസാണ്. സോ സെൽഫ് സെൻറ്ററിങ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരു ഹോളിൽ എവിടെയെങ്കിലും ഒരു ടൈറ്റിങ് ജോയിൽ അതിൻ്റെ കീ ഇട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ജോയും ഒരുമിച്ചായിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. അതായത് ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ജോയും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സ്ഥലത്ത് മാത്രം അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ 3 ജോയും ഒരുമിച്ച് ആക്ടിവേറ്റ് ആകും. അപ്പോൾ അത്തരത്തിലുള്ള ചക്കിനെയാണ് സെൽഫ് സെൻറ്ററിങ് ചക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ 4 ജോ ചക്കാണ് അടുത്ത കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇതിലെ ജോസുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കാവുന്ന രീതിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ ജോയുടെ നേരെയും അതിൻ്റെ കീ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ചക്ക് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ജോയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രാവൽ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറഗുലർ ഷേപ്പിലുള്ള വർക്ക് പീസുകളൊക്കെ ഈ ഒരു 4 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് 4 ജോ ചക്കും സെൽഫ് സെൻറ്ററിങ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഗ്രിപ്പിംഗ് പവർ കിട്ടും എന്നുള്ളത് മാത്രമേ അത്തരത്തിലുള്ള ചക്കിനെ കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 ജോ ചക്കിൽ സെൽഫ് സെൻറ്ററിങ് ചക്കാവുന്ന സമയത്തും നമുക്കതിൽ റൗണ്ട് പീസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 3 ജോനേക്കാളും കുറച്ചുകൂടി ഗ്രിപ്പിംഗ് പവർ അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ബുക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് 4 ജോ ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ചക്ക് എന്നാണ്. അപ്പം PSC എക്സാമിനൊക്കെ അത് തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. 3 ജോ ചക്ക് എന്ന് പറയുമ്പോൾ സെൽഫ് സെൻറ്ററിങ് ചക്കും, 4 ജോ ചക്ക് ഇൻഡിപെൻഡൻറ്റ് ചക്കും. നെക്സ്റ്റ് വരുന്നത് കോളറ്റ് ചക്കാണ്. അപ്പോൾ കോളറ്റ് ചക്ക് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുഷ് പോലത്തെ ഒരു കവറിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ടേപ്പേർഡ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ടേപ്പർ സ്പിൻഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റ് ആകുന്ന രീതിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചക്കിനെയാണ് കോളറ്റ് ചക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോളറ്റ് ചക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ പെരിഫറി കൂടുതൽ ഗ്രിപ്പിംഗ് പവർ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വരുന്ന സ്ലോട്ട് ഇപ്പം സാധാ ചക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടൈറ്റ് ആവുന്ന സമയത്ത് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ ഒരു
കോളച്ചക്കാവുന്ന സമയത്ത് നാരോ സ്ലോട്ടാണ് ജോസുകൾ തമ്മിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈറ്റായിട്ട് നമുക്ക് കോളറ്റ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതലും ടൂളൊക്കെ ഹോൾഡ് ചെയ്യാനാണ്. മില്ലിംഗ് മെഷീനിലൊക്കെ അല്ലെങ്കിൽ CNC മെഷീനിലൊക്കെ ടൂള് ഹോൾഡ് ചെയ്യാനൊക്കെ ഈ ഒരു കോളറ്റ് ചക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലെയ്ത്തിൻ്റെ കേസിൽ നമുക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളറ്റ് ചക്ക് ഉപയോഗിക്കാം. ഇത് ടേപ്പറിങ്ങിനനുസരിച്ചിട്ടാണ് ടൈറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തേക്ക് ടേപ്പർ വരുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേപ്പേർഡ് ഏരിയാസ് കൂടുതൽ കംപ്രസ്ഡ് ആവുകയും വർക്ക് പീസ് റിജിഡായി ടൈറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ കോളറ്റ് ഗ്രിപ്സ് നിയർലി ഓൾ ദ സർക്കംഫറൻസ് ഓഫ് ദ പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രിപ്പിംഗ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ ചക്കിൻ്റെ 3 കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൽ കൂടാതെ കൂടുതൽ ചക്കുകൾ, കോമ്പിനേഷൻ ചക്കും മാഗ്നറ്റിക് ചക്ക്. അപ്പോൾ മാഗ്നറ്റിക് ചക്കൊക്കെ അയൺ വർക്ക് പീസ് മാത്രമേ നമുക്കതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എയർ ഓർ ഹൈഡ്രോളിക് ചക്ക്, അതായത് ന്യൂമാറ്റിക് ഓർ ഹൈഡ്രോളിക് ചക്കൊക്കെ കുറച്ചുകൂടി പവർ കൂടിയ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചക്കുകളൊക്കെയാണ്. ഇതിൽ ചക്കിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഫേസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്റ് ആണ്. ഒരു സർക്കുലർ കാസ്റ്റ് അയൺ ഡിസ്ക് ആണ്. അപ്പോൾ അതിൽ കുറേ സ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഹോൾസുകളും ഉണ്ടായിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് സ്ലോട്ട്സ് ബൈ മീൻസ് ഓഫ് വിച്ച് വർക്ക് കാൻ ബി സെക്യൂർഡ് ടു ഇറ്റ്. ഇതിൽ ചില സ്ലോട്ടുകളിലൊക്കെ ത്രെഡഡ് ഹോൾസ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് നട്ട് ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടി വർക്ക് പീസ് ഇതിലൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ അത് സഹായിക്കും. അപ്പോൾ ബോൾട്ട്, നട്ട്, വാഷർ, ക്ലാമ്പിങ് അതൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൽ ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സ്പിൻഡിൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫിക്സ് ചെയ്തതിൻ്റെ മുകളിലാണ് വർക്ക് പീസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് പ്ലേറ്റിൻ്റെ പോലെ തന്നെ ഉള്ളൊരു പ്ലേറ്റാണ് ഡ്രൈവിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു കാസ്റ്റ് സർക്കുലർ ഡിസ്ക്കാണ്. അപ്പോൾ ഇതും സ്പിൻഡിലുമായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഡ്രൈവിംഗ് പ്ലേറ്റിൻ്റെ കൂടെ ഒരു പിന്ന് കൊടുക്കാറുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലെയ്ത്ത് ഡോഗിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ പിന്ന് കൊടുക്കുന്നത്. ഇനി ചില കേസിൽ ഈ ഒരു ഡോഗിന് ബെൻഡായിട്ടുള്ള ടൈപ്പ് ഡോഗ് യൂസ് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ഈ പിന്നിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഈ ഒരു ഡ്രൈവിംഗ് പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഡോഗ് എന്ന് പറയുന്ന ഒരു ആക്സസറി കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഷേപ്പുള്ള സാധനത്തിനെയാണ് ലെയ്ത്ത് ഡോഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അത് കമ്പൈൻഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലെയ്ത്ത് കാരിയേഴ്സ് ഓർ ഡോഗിനെ നമുക്കിതിൽ കാണാൻ പറ്റും. ഈ റെഡ് കളറുള്ള ഡിവൈസാണ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെൻഡ് ടൈപ്പ്ഡ് ഡോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും ഡ്രൈവിംഗ് പ്ലേറ്റും കൂടി കമ്പൈൻ ആയിട്ടാണ് ഉപയോഗിക്കുക. രണ്ട് ടൈപ്പ് ഡോഗ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ബെൻഡ് ടൈപ്പ് ഡോഗും സ്ട്രെയിറ്റ് ടൈപ്പ് ഡോഗും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരിയർ പ്ലേറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് സ്പിൻഡിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അറ്റത്ത് ഒരു ബി ഷേപ്ഡ് പ്രൊജക്ഷൻ വരുന്നുണ്ടാവും. ആ ഒരു പ്രൊജക്ഷനിൽ വർക്ക് പീസ് രണ്ട് സെൻറ്ററിൻ്റെ ഇടയിലായിട്ട് ഫിറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു കാരിയറിലുള്ള സെൻറ്ററും ടെയിൽ സ്റ്റോക്കിലുള്ള ഡെഡ് സെൻറ്ററും തമ്മിൽ അതിൻ്റെ ഇടയിലായിട്ട് വർക്ക് പീസിനെ കണക്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഇത് ഈ അറേഞ്ച്മെൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്ക് പീസ് റൊട്ടേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വർക്ക് പീസിന് കൂടുതൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോഗ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോഗിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും വർക്ക് പീസിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡോഗിൻ്റെ ഈ ഒരു നട്ട് ടൈറ്റ് ആക്കുന്ന സമയത്ത് അത് വർക്കുമായിട്ട് ഫിക്സ് ആകുന്നു. പിന്നെ ഈ ഡോഗിൻ്റെ ഈ ബെൻഡ് ലെഗ് കാരിയർ പ്ലേറ്റുമായിട്ട് ടച്ച് ആവുന്ന സമയത്ത് ഇവിടെ ഒരു മോഷൻ ട്രാൻസ്ഫർ നടക്കുന്നു. അതായത് ഡ്രൈവ് പ്ലേറ്റ്
റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡോഗിൻ്റെ ലെഗിനെ അത് കറക്കുന്നു. ആ ടൈമിൽ ഡോഗ് വർക്ക് പീസിനെ കറക്കുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു കാരിയർ പ്ലേറ്റും ഡോഗും വർക്ക് ചെയ്യുന്നത്. ഈ ബെൻഡ് ടൈപ്പ് അല്ലെങ്കിൽ കാരിയർ പ്ലേറ്റിൽ പിൻ ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഡോഗിനെ ടച്ച് ആവുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ലെയ്ത്ത് മാൻഡ്രിൽസ് ആണ്. ലെയ്ത്ത് മാൻഡ്രിൽസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് ഓർ സ്പിൻഡിലാണ്. അപ്പോൾ അത് കൂടുതലായിട്ടും ഇൻറ്റേർണൽ ബോറിംഗ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള വർക്ക് പീസിൻ്റെ ഔട്ടർ സൈഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ സോളിഡ് മാൻഡ്രിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ബ്ലൂ കളറുള്ളതാണ് മാൻഡ്രില്, ഈ ഗ്രീൻ കളറ് വർക്ക് പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് പീസിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാൻഡ്രിൽ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു ടാപ്പേർഡ് മാൻഡ്രിലാണ്. വർക്ക് ടൈറ്റാക്കി ഹാമറിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ സർഫസിൽ വർക്ക് ചെയ്യുന്നു. ഇനി കുറച്ചുകൂടി നമുക്ക് ഹോൾഡിംഗ് പവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാൻഡ്രിൽസുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്യാങ് മാൻഡ്രിൽ എന്ന് പറയുന്നൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പം 3-4 വർക്ക് പീസ് നമുക്ക് ഒരുമിച്ച് ഇതിൽ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാൻഡ്രിലാണ് ഗ്യാങ് മാൻഡ്രിൽ. പിന്നെ ഇവിടെ കോൺ മാൻഡ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ ഹോളുകളുള്ള വർക്ക് പീസിൻ്റെ ഔട്ടർ സർഫസ് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാൻഡ്രിൽസ് ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റഡി റസ്റ്റ് എന്ന് പറയുന്ന ആക്സസറിയാണ്. ലെങ്ത്ത് കൂടിയ ജോബൊക്കെ നമുക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ അത് ബെൻഡ് ആവാനും അതിൻ്റെ ആ ഒരു എക്സെൻട്രിക് രീതിയിലൊക്കെ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. സോ പ്രോപ്പറായിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് സ്റ്റഡി റസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് സെൻറ്റർ റസ്റ്റ് എന്നും കൂടിയുണ്ട്. when a very long job is to be turned, they are always supported on the attachment called steady rest or center rest. ഇത്തരത്തിൽ 3 ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് വർക്കിൻ്റെ ഡയമീറ്ററിനനുസരിച്ചിട്ട് ഈ ജോയെ നമുക്ക് പൊസിഷൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫോളോവർ റെസ്റ്റ് ആണ്. അപ്പോൾ ഇതും സിമിലർ ടു സ്റ്റഡി റെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് കൂടുതലും ജോബ് ഫ്ലെക്സിബിളൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നമ്മൾ കട്ടിങ് ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് ടൂളിൻ്റെ ഫോഴ്സ് കൊണ്ട് വർക്ക് പീസ് ബാക്കോട്ടേക്ക് തെന്നി മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 ജോയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ വെക്കാവുന്നതാണ്. അപ്പോൾ അത് വർക്ക് പീസുമായിട്ട് വെരി ക്ലോസ് ആയിട്ട് വെക്കും. പിന്നെ ഈ ഫോളോവർ റെസ്റ്റൊക്കെ നമുക്ക് ബെഡിലൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കട്ടിങ് ആക്ഷൻ വരുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആയ വർക്ക് പീസ് ബാക്കോട്ട് പോവാതെ ഈ ഒരു ഫോളോവർ റെസ്റ്റിൽ തട്ടി നിൽക്കുകയും നമുക്ക് കട്ടിങ് സ്മൂത്തായി നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പർപ്പസിനാണ് ഫോളോവർ റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റഡി റെസ്റ്റും ഫോളോവർ റെസ്റ്റും തമ്മിൽ മാറിപ്പോകരുത്. ഇപ്പോൾ സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ജോ വരുന്നുണ്ട്. ഫോളോവർ റെസ്റ്റ് 2 ജോയാണ് വരുന്നത്. സ്റ്റഡി റെസ്റ്റ് വെരി ലോങ് ജോബൊക്കെ ടേൺ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടിങ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത് 2 ഫ്ലെക്സിബിൾ ജോബൊക്കെ ആവുന്ന സമയത്ത് നെസസറി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കെയർ കൊടുത്ത് ഓർത്ത് വെക്കുക. ഈ ഒരു വീഡിയോയിൽ ലെയ്ത്തിൻ്റെ വർക്ക് ആൻഡ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. വർക്ക് ഹോൾഡിംഗ് ആക്സസറീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഈ ഏരിയയിൽ നിന്നുമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കെയർ കൊടുത്ത് പഠിക്കുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.